ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. റിപ്പോർട്ടിലെ ഹർജികൾ പരിഗണിക്കാൻ രൂപീകരിച്ച പ്രത്യേക ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗ് തുടങ്ങി. നിലവിൽ സർക്കാർ എന്ത് ചെയ്തുവെന്ന ചോദ്യത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായി അഡ്വക്കേറ്റ് ജനറൽ കോടതിയെ അറിയിച്ചു. എന്തുകൊണ്ട് സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ല എന്ന് കോടതി ചോദിച്ചു. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, പ്രത്യേക ബെഞ്ചാണ് ഇത് പരിഗണിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഈ 4.5 വർഷം റിപ്പോർട്ട് കയ്യിലിരുന്നിട്ടും എന്ത് ചെയ്തു സർക്കാർ എന്നതടക്കം കോടതി ചോദിക്കുന്നുണ്ട് എന്നല്ലേ അറിഞ്ഞത്? അനുജ, ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരുടെ അധ്യക്ഷതയിലുള്ള ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് ഇപ്പോൾ പരിഗണിക്കുന്നത്. ജസ്റ്റിസ് CS സുധ ഈ ബെഞ്ചിൽ അംഗമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം സർക്കാർ ഹൈക്കോടതിയിൽ അല്പസമയം മുൻപ് സമർപ്പിച്ചു. ഇപ്പോൾ ഈ ഹർജികൾ പരിഗണിക്കാൻ രൂപീകരിച്ച പ്രത്യേക ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ സർക്കാരിനോട് കോടതി ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് അടിയന്തര നടപടി സ്വീകരിച്ചില്ല എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ. ശ്രീകാന്ത്, പറയൂ. റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണമായ റിപ്പോർട്ടാണ് AG സമർപ്പിച്ചത്. നിലവിൽ സർക്കാർ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം കോടതിയിൽ നിന്നും വന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെന്നും വിവിധ സ്റ്റേഷനുകളിലായി 23 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്നും AG മറുപടി നൽകി. പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു എന്നും ഇപ്പോൾ AG മറുപടി നൽകിയിട്ടുണ്ട്. അതേസമയം കോടതി ചില നിർണായകമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. DGPക്ക് 2021 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അയച്ചതല്ലേ എന്നൊരു ചോദ്യം വന്നു. സർക്കാർ നടപടിയെടുക്കാത്തത് നീതീകരിക്കാനാകുമോ എന്നാണ് ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ ചോദിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ അപ്പീൽ ഹർജിക്ക് നിലവിൽ പ്രസക്തിയില്ലെന്ന് സർക്കാർ നിലപാടെടുത്തു. എന്നാൽ ഹർജിയിൽ ഉന്നയിച്ച നിയമവശങ്ങൾ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണെന്ന് ഹൈക്കോടതി തിരിച്ചും മറുപടി നൽകുകയുണ്ടായി. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഈ കമ്മിറ്റി എന്ന് വീണ്ടും ബാലിശമായ സർക്കാർ എന്ന കോടതിയിൽ ഉന്നയിച്ചു. എന്തുകൊണ്ടാണ് സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കാത്തത് ഈ വിഷയത്തിൽ എന്നാണ് കോടതി തിരിച്ചു ചോദിച്ചത്. എന്തായാലും പരാതികളിൽ നിയമ നടപടി തുടങ്ങിയിട്ടുണ്ട് എന്ന ഒരു മറുപടി നൽകി ഇപ്പോൾ തൽക്കാലം കോടതിയിൽ പിടിച്ചു നിൽക്കുകയാണ് സർക്കാർ. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അനുജ, ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് അത്. ഹേമ കമ്മിറ്റിയുടെ വെട്ടലും തിരുത്തലുമില്ലാത്ത പൂർണ്ണമായ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന്, ഈ പോലീസ് അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അതൊരു നിർണായക നീക്കമാണ്. ആ മൊഴികൾ, അതിൽ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ, വിശദാംശങ്ങൾ ഇനി പോലീസ് സംഘം, പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിശോധിക്കും. സ്വമേധയാ കേസെടുക്കേണ്ടതാണെങ്കിൽ അവർക്ക് കേസെടുക്കാനാകുമോ, അതിനുള്ള അധികാരം നൽകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേഷൻ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അനുജ, ശ്രീകാന്ത്, ഇതിൽ നേരത്തെ തന്നെ കോടതി ചോദിച്ചിട്ടുള്ളതാണ്. ഈ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ കോടതി ഈ വിഷയം ചോദിച്ചിട്ടുണ്ട് സർക്കാരിനോട്, എന്തുകൊണ്ട് കേസെടുത്തില്ല, സ്വമേധയാ കേസെടുത്തില്ല എന്നത്. ആ തരത്തിലേക്കുള്ള ചോദ്യങ്ങൾ തന്നെയാണോ ഇന്നിപ്പോൾ ഡിവിഷൻ ബെഞ്ചും സർക്കാരിനോട് ചോദിച്ചത്? ഇപ്പോൾ ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് കൈമാറണമെന്ന് പറയുമ്പോൾ അത് തന്നെയല്ലേ കോടതി ഉദ്ദേശിക്കുന്നതും? തീർച്ചയായിട്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ റിപ്പോർട്ട് കൈമാറാൻ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് അത് നിസ്സാരമായി കാണരുത് അനുജ. അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം, ഈ ഹേമ കമ്മിറ്റിയുടെ നിയമ നടപടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ചുവടുവയ്പ്, അങ്ങനെ തന്നെ ഇതിനെ വിശേഷിപ്പിക്കണം. കാരണം സർക്കാരിനോട് കോടതി ചോദിച്ച ചോദ്യമുണ്ട് കഴിഞ്ഞ തവണ, നിങ്ങൾ സ്വമേധയാ നിങ്ങൾക്കിതിൽ കേസെടുക്കാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അന്ന് അഴകുഴമ്പൻ മറുപടിയാണ് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞത്. ഇന്ന് വീണ്ടും ചോദിച്ചു കോടതി സമാനമായ ചോദ്യം. ഇതിൽ ഇതുവരെയും 2021 DGPക്ക് ഈ റിപ്പോർട്ട് കിട്ടിയിട്ടും നടപടി എടുക്കാതിരുന്നത് നീതീകരിക്കാനാകുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഒരു ഹൈക്കോടതി ഇന്റർവെൻഷൻ ഈ കേസിൽ. അത് ഉണ്ടായിരിക്കുന്നു. ആ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ കോടതി ആഗ്രഹിക്കുന്നത്, കോടതി തീരുമാനമെടുക്കാൻ പോകുന്നത്, ഈ റിപ്പോർട്ട് അന്വേഷണ സംഘം വായിക്കട്ടെ, പഠിക്കട്ടെ, തെളിവുകൾ കാണട്ടെ, മൊഴികൾ കാണട്ടെ എന്നുള്ളതായിരിക്കും. അതിന്മേൽ ഒരു പക്ഷേ വരുന്ന ദിവസങ്ങളിൽ ഈ ബെഞ്ച് സിറ്റിംഗിന് ഇരിക്കുമ്പോൾ ഈ അന്വേഷണ സംഘത്തിന് കേസ് തുടർന്ന് അന്വേഷിക്കാൻ, സ്വമേധയാ കേസെടുക്കാൻ നിർദ്ദേശം നൽകാനുള്ള സാധ്യത തന്നെയാണ്. അങ്ങനെയെങ്കിൽ
ചരിത്രപരം എന്നേ അതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കൂ. കാരണം ഇതിനു മുൻപെങ്ങും തന്നെ ഇത്തരത്തിൽ ജുഡീഷ്യൽ അധികാരമില്ലാത്ത ഒരു കമ്മിറ്റി അവർ അന്വേഷിക്കുന്ന ഒരു റിപ്പോർട്ടിന്മേൽ ഇത്തരമൊരു ജുഡീഷ്യൽ ഇന്റർവെൻഷൻ ഉണ്ടായതായി കേട്ടിട്ടില്ല. ഒരു ജുഡീഷ്യൽ ആക്ടിവിസം ഉണ്ടായതായി കേട്ടിട്ടില്ല. ഈ മൂന്നാർ കേസിലൊക്കെ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു ഹർജിയായി വന്നതിന് ശേഷമാണ് പ്രത്യേക ബെഞ്ചൊക്കെ രൂപീകരിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു റിപ്പോർട്ടിന്മേൽ ഇപ്പോൾ ഒരു ജുഡീഷ്യൽ ഇന്റർവെൻഷൻ വരുന്നു എന്ന് പറയുന്നത് വലിയ സംഭവം തന്നെയാണ്. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ മറ്റേത് മേഖലയിലാണെങ്കിൽ പോലും ഇത്തരമൊരു ജുഡീഷ്യൽ ഇന്റർവെൻഷൻ ഈ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. നിലവിൽ ആ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന്റെ കയ്യിലേക്ക് എത്താൻ പോകുന്നു. അവരത് വായിക്കാൻ പോകുന്നു. അതിലെ മൊഴികൾ തരംതിരിച്ച് പഠിക്കാൻ പോകുന്നു. അതിൽ സ്വമേധയാ കേസെടുക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നവർ പരിശോധിക്കാൻ പോകുന്നു. ഒരു പക്ഷേ കോടതി നിർദ്ദേശിച്ചാൽ കേസെടുക്കും. അങ്ങനെയെങ്കിൽ സർക്കാർ വലിയ പ്രതിരോധത്തിലാവും. സർക്കാരിന് 4.5 വർഷത്തോളം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതുപോലെ ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്ന് വരില്ല. അതിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകാൻ പോകുന്നു എന്ന കൃത്യമായ സൂചനയാണ് അനുജ ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. അതാണ് നമുക്ക് മനസ്സിലാകുന്നതും. ഈ മുദ്രവെച്ച കവർ തങ്ങൾ പൊട്ടിച്ച് വായിക്കുന്നത് ഈ അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് കൈമാറിയതിന് ശേഷമേ ഉണ്ടാകൂ എന്നുകൂടി ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു. കൃത്യമായ നീക്കം കോടതിയിൽ നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു അനുജ. അതാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ശ്രീകാന്ത്, ഇതിലിപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വാദം ഈ കാര്യത്തിൽ സ്വകാര്യത എന്നുള്ളത് വളരെ പ്രധാനമാണ്. വിവരങ്ങൾ പുറത്തുവിടരുത് എന്നത് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർ ആവശ്യപ്പെട്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ നിയമ നടപടിയിലേക്ക് പോകാതിരുന്നത്. ആരെങ്കിലും പരാതി നൽകിയാൽ നിയമ നടപടിയെടുക്കാൻ തയ്യാറാണ് എന്ന ആ വാദം, അത് കോടതിയിൽ സർക്കാർ അങ്ങനെ ഒരു വാദമായി ഉന്നയിച്ചിട്ടുണ്ടോ? എന്തായാലും ആ വാദം നിലനിൽക്കില്ല എന്ന് തന്നെയല്ലേ രാജ്യത്തെ നിയമം അനുസരിച്ച് സർക്കാർ പ്രവർത്തിക്കണമെന്ന് കോടതി പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്? അതിന് ഇനിയിപ്പോൾ അത്തരം വാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി സർക്കാരിന് ഹൈക്കോടതിയിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ജഡ്ജാണ് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ, ഏറ്റവും സീനിയർ മോസ്റ്റ് വനിതാ ജഡ്ജാണ് ജസ്റ്റിസ് സി എസ് സുധ. ഈ 2 ജഡ്ജിമാർക്ക് മുന്നിൽ സർക്കാരിന് ഇനിയും ഇത്തരത്തിൽ മുട്ടാപ്പോക്ക് പറഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. കാരണം അവർ സംസാരിക്കുന്നത് നിയമത്തിന്റെ ഭാഷയിലാണ്. അതിനു മുന്നിൽ സർക്കാരിന് കൃത്യമായ ഒരു മറുപടിയില്ലായിരുന്നു എന്ന് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടു. ഇന്നും ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി സർക്കാർ വെച്ച ഒരു കമ്മിറ്റിയാണെന്നാണ് ഇന്നും സർക്കാർ AG നിലപാടെടുത്തത്. അതൊന്നും കോടതി ചെവിക്കൊണ്ടില്ല. ഇപ്പോൾ അതിന് ഒരൊറ്റ തീരുമാനം, ആ തീരുമാനം തന്നെ വ്യക്തമാക്കുന്നുണ്ട് കോടതി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത്. അതായത് സർക്കാർ 4.5 കൊല്ലം പൂഴ്ത്തിവെച്ച രഹസ്യ സ്വഭാവമുള്ളതെന്ന് സർക്കാർ അവകാശപ്പെട്ട മന്ത്രിമാർ പോലും പറഞ്ഞ ഈ റിപ്പോർട്ട് ഈ സർക്കാർ രൂപീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണം. അതിന്റെ പൂർണ്ണ റിപ്പോർട്ട് കൈമാറണം, മൊഴികളടങ്ങിയ റിപ്പോർട്ട് കൈമാറണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അത് വെറുതെ അന്വേഷണ സംഘത്തിന് കയ്യിൽ വെക്കാനുള്ളതല്ല എന്ന് വ്യക്തം. അവരത് വായിക്കണം, അവരത് പഠിക്കണം, ആ മൊഴികൾ പരിശോധിക്കണം. സ്വമേധയാ പോലീസിന് കേസെടുക്കാൻ സാധിക്കുന്ന കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ അവർക്കതിൽ കേസെടുക്കുകയുമാകാം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താം. ഒരുപക്ഷെ കോടതിയുടെ ഒരു ഡയറക്ഷൻ അക്കാര്യത്തിൽ ഇനിയും വരേണ്ടതുണ്ട്. അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ അനുജ ഇത് സർക്കാരിന്റെ കയ്യിൽ നിൽക്കില്ല, ഇത് പോലീസിന്റെ DGPയുടെ കയ്യിൽ നിൽക്കില്ല. ഇത് കൃത്യമായ ജുഡീഷ്യൽ ആക്ടിവിസം, ജുഡീഷ്യൽ ഇന്റർവെൻഷൻ ഇതിലുണ്ടാകുന്നു. അതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ശ്രീകാന്ത്, ഇന്നിപ്പോ കോടതിയിൽ AGയുടെ മറുപടിയിൽ 23 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് പരാതികളിൽ മാത്രമല്ല വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലും നിയമ നടപടി തുടങ്ങിയിട്ടുണ്ട് എന്ന് സർക്കാർ പറയുമ്പോൾ അത് ഈ മാധ്യമങ്ങളിലൂടെ വന്ന വെളിപ്പെടുത്തലുകളിലൊക്കെയുള്ള നടപടി എന്നതിനപ്പുറത്തേക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് ചെയ്തു എന്നതിന് എന്താണ് സർക്കാരിന്റെ മറുപടി? ICC രൂപീകരിക്കുന്നതിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് അതിന്റെ ഒരു പുതിയ വിവരം കൂടി അതോടൊപ്പം ഒന്ന് കൂട്ടിച്ചേർക്കാം. ഈ റിപ്പോർട്ട് സർക്കാരിന് ഇഷ്ടമുള്ളപ്പോഴല്ല നൽകേണ്ടത്, അത് 2 ആഴ്ചക്കുള്ളിൽ നൽകണം. അതായത് കൃത്യമായി തിടുക്കപ്പെട്ട നടപടി പൂർത്തിയാക്കുകയാണ് കോടതി. അനുജ, ഇനി ഒരു രണ്ടാമത് ചിന്തിക്കേണ്ട ജുഡീഷ്യൽ ഇന്റർവെൻഷൻ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുന്നത്, ഉണ്ടാകാൻ പോകുന്നത്. അനുജ ഈ ചോദിച്ചതുപോലെ AG എന്ത് നിലപാട് എടുത്താലും AG അക്കാര്യത്തിൽ 23 കേസുകൾ ശരി, ഞാൻ തിരികെ എത്താം ഇടവേള എടുത്തതിന് ശേഷം.